Hi all, welcome back to our spoken English class. അപ്പോൾ ഇന്നത്തെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ സമയവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രയോഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങളും നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഇവ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത്, സംസാരത്തിൽ ഇതിനെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുക. ഏതൊക്കെയാണ് ഈ രണ്ട് വാക്കുകളെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതൊക്കെയാണ്? സിൻസ്, ഫോർ. സിൻസ്, ഫോർ, ഈ രണ്ട് വാക്കുകൾ ഏത് രീതിയിലാണ് സമയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. സിൻസ് ഉപയോഗിക്കുന്നത് നമ്മളൊരു പർട്ടിക്കുലർ ടൈം, അതായത് പോയിൻ്റ് ഓഫ് ടൈമിനെ കാണിക്കുന്നതിനും ഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈമിനെ കാണിക്കുന്നതിനും അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നിടത്തും, അതായത് കഴിഞ്ഞ കാലത്ത് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കാറുള്ളത്. ഫോർ എന്ന് പറയുമ്പോഴേക്കും അതൊരു കാലയളവ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുന്നതിന്. പിന്നെ ഏത് ടെൻസിലും പ്രസൻ്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും അതിലൊക്കെ നമുക്ക് ഫോർ എന്ന പദം ഉപയോഗിക്കാം. പിന്നെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈം പീരീഡിനെ കാണിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഫോർ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് സിൻസ്. സിൻസ് എന്നാൽ എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സിൻസ് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് സിൻസിൻ്റെ കൂടെ പോയിൻ്റ് ഓഫ് ടൈം ചേർത്ത് ഉപയോഗിക്കാം. സിൻസ് പ്ലസ് പോയിൻ്റ് ഓഫ് ടൈം. അല്ലെങ്കിൽ നമുക്ക് സിൻസിൻ്റെ കൂടെ ടൈമോ അല്ലെങ്കിൽ ഡേറ്റോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാം. നോക്കൂ, പോയിൻ്റ് ഓഫ് ടൈം എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ പദങ്ങളാണെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ്. ഇത് മാത്രമല്ല, ഇതിനും കൂടുതലുണ്ട്. നോക്കുക, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 15, ഇങ്ങനെ ഏതെങ്കിലും ഡേറ്റുകൾ. അതായത് ഇപ്പോൾ ഓഗസ്റ്റ് 15 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ വർഷങ്ങൾ, ഇപ്പോൾ 2024 എന്നൊക്കെ പറയുന്നവരെ. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജീവിതഘട്ടം, അതായത് ഇപ്പോൾ ചൈൽഡ്ഹുഡ്, ബാല്യം, ഇപ്പോൾ അതുപോലെ അഡോളസൻസ്, അങ്ങനെ പറയുന്ന പല പല ഘട്ടങ്ങൾ. പിന്നെ ടൈം, 2 o'clock, 3 o'clock, 4 o'clock, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് 2 o'clock. അതായത് 2 മണി തുടങ്ങി ഞാനിവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വെയിറ്റിംഗ് തുടങ്ങിയത് പാസ്റ്റിലാണ്, 2 മണിക്കാണ്. പക്ഷേ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിവിടെ സിൻസിന് ശേഷം ആ ഒരു പർട്ടിക്കുലർ ടൈം കൊടുത്തിരിക്കുകയാണ്. അതായത് 2 o'clock എന്നത് സിൻസ് പ്ലസ് ടൈം. ഹി ഹാസ് ബീൻ ലിവിങ് ഇൻ പാരീസ് സിൻസ് 2010. അവൻ 2010 മുതൽ പാരീസിൽ താമസിച്ചു വരികയാണ്. അപ്പോൾ താമസം തുടങ്ങിയത് പാസ്റ്റിലാണ്, ഇപ്പോഴും താമസിച്ചു വരികയാണ് അവിടെ. അതുകൊണ്ട് നമ്മളിവിടെ സിൻസ് ഉപയോഗിച്ചു. സിൻസിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വർഷമാണ്, സിൻസ് പ്ലസ് ഇയർ. ഹി ഹാസ് ഗ്രൗൺ ടോൾ സിൻസ് ഐ ലാസ്റ്റ് സോ ഹിം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും അവൻ പൊക്കം വെച്ചു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ആ ഒരു പ്രത്യേക ടൈമാണ് ഇവിടെ സിൻസിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. സിൻസ് പ്ലസ് ഐ ലാസ്റ്റ് സോ ഹിം, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടു, ഐ ലാസ്റ്റ് സോ ഹിം എന്നാണ് ചേർത്തിരിക്കുന്നത്. സാറ ഹാസ് ബീൻ സിക്ക് സിൻസ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ തുടങ്ങി സാറയ്ക്ക് അസുഖമാണ്. അതായത് രാവിലെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം. ഇവിടെ സിൻസ് പ്ലസ് ദിസ് മോർണിംഗ് എന്നുള്ള പർട്ടിക്കുലർ ടൈമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവൻറ്റ് ഈറ്റൺ സിൻസ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്ന ഫുഡ്, അതായത് ആ ടൈമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ആണ് സിൻസ് പ്ലസ് ആയിട്ട് ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ വാക്കാണ് ഫോർ.
അപ്പോൾ ഫോർ എന്ന് പറയുന്ന പദം നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ ഫോർ എന്നത് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അത് സമയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ആ ഫോർ എന്ന പദം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, സമയവുമായിട്ട് ബന്ധപ്പെട്ട് സെൻറ്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. ഫോർ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ പ്ലസ് എ പീരീഡ് ഓഫ് ടൈം, അതായത് ഫോറിന് ശേഷം ഒരു കാലയളവിനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഫോർ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ആ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് കാലയളവ് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ട് ഒരു പ്രത്യേക കാലയളവിനെ നമുക്ക് ചേർത്ത് ഇതുപോലെ ഉപയോഗിക്കാം. അതായത് 10 minutes, 8 hours, 6 months, 5 years, 3 centuries, ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ, എ വൈൽ. ഇതുകൊണ്ട് ഒരു കുറച്ച് സമയത്തേക്ക്, പ്രത്യേകിച്ച് സമയം എടുത്ത് പറയുന്നതിൽ കുറച്ച് സമയത്തേക്ക്. പിന്നെ എവർ, എപ്പോഴും, അതായത് ഫോർ എവർ, നിത്യമായിട്ടുള്ളത്, ആ ഒരു അത്രയും ടൈം പീരീഡിലേക്കുള്ളത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് പീരീഡ് ഓഫ് ടൈം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. വി ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ 30 minutes. ഞങ്ങൾ അരമണിക്കൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലയളവാണ് പറയുന്നത്, അരമണിക്കൂർ സമയം. അതുകൊണ്ടാണ് ഫോർ പ്ലസ് ആ പീരീഡ് ഓഫ് ടൈം, 4 + 30 minutes എന്ന് പറഞ്ഞത് ചേർത്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് റെയിൻഡ് ഫോർ എ വീക്ക്. അതൊരാഴ്ച മഴ പെയ്തിട്ടുണ്ട്, ഒരാഴ്ച മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറയുന്നതാണ് അവിടുത്തെ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ 4 + എ വീക്ക് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഫോറിൻ്റെ കൂടെയുള്ള കാലയളവ്. ഐ വിൽ ബി വർക്കിംഗ് ഫോർ 2 months. ഞാൻ 2 മാസത്തേക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അത് ഫ്യൂച്ചറിൽ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കാലയളവ് എന്ന് പറയുന്നത് 2 months ആണ്. അപ്പോൾ 4 + 2 months. ഷീ വിൽ ബി ഓഫ് ഡ്യൂട്ടി ഫോർ എ വൈൽ. അവൾ കുറച്ച് നാളത്തേക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ ഇവിടെ എ വൈൽ എന്ന് പറയുന്ന കുറച്ച് നാളത്തെ, കുറച്ച് സമയത്തേക്ക്, അതാണ് ഇവിടുത്തെ ടൈം പീരീഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 4 + എ വൈൽ, അതായത് 4 + എ ടൈം പീരീഡ്. ഹീ ഹാസ് ബീൻ എ സ്റ്റുഡൻറ്റ് ഫോർ 8 years. അവൻ 8 വർഷമായിട്ട് ഒരു വിദ്യാർത്ഥിയാണ്, അതായത് 8 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ കാലയളവ് എന്ന് പറയുന്നത് 8 years ആണ്. അപ്പോൾ 4 + 8 years, അതാണ് ടൈം പീരീഡ്. 4 + ടൈം പീരീഡ്. ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 30 years. അവർ 30 വർഷമായി വിവാഹം കഴിച്ചിട്ട്. അപ്പോൾ 30 വർഷമായി എന്ന് പറയുന്നതാണ് അവിടുത്തെ ടൈം പീരീഡ്. അപ്പോൾ 4 + 30 years എന്നതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. വി ഹാവ് ടോട്ട് അറ്റ് ദി സ്കൂൾ ഫോർ എ ലോങ് ടൈം. ഞങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എ ലോങ് ടൈം എന്നതാണ് ഇവിടുത്തെ ടൈം പീരീഡ്. അപ്പോൾ 4 + എ ലോങ് ടൈം, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അതായത് ഒത്തിരി നാൾ, എ ലോങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഏകദേശം സിൻസ് എന്താണെന്നും ഫോർ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് വർക്കുകൾ നമുക്ക് ചെയ്യാം.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സിൻസും ഫോറും നമ്മുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.